നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാലേ, നമ്മളെ അംഗൻവാടിയോളം നമ്മൾ മടിച്ചിട്ട് കുട്ടികളെ കൊടുന്നാക്കാതിരിക്കും. പക്ഷെ ഇവിടുന്ന് പോയ കുട്ടികളൊക്കെ മറ്റുള്ള കുട്ടികളായിട്ട് ഇടപെടാൻ യാതൊരു മടിയും കാണിക്കില്ല. അവർ വളരെ സോഷ്യലാകും. നമ്മുടെ വീട്ടിൽ എത്ര നേരം കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യുന്നു അതിനേക്കാൾ കൂടുതൽ നേരം ഈ ടീച്ചർമാർ സ്പെൻഡ് ചെയ്യും. ഞാൻ പഠിച്ച അംഗൻവാടിയാണ്, എന്റെ മകള് പഠിച്ച അംഗൻവാടിയാണ്. അത്രയും അന്നും ടീച്ചർ ഇതുപോലെ കേട്ടോ, ടീച്ചർ എന്നെ പഠിപ്പിച്ച എന്റെ മകളെ പഠിപ്പിച്ച. നമ്മൾ മടി കൂടാതെ മക്കളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുക. നമുക്ക് വീട്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റാത്ത സമയം ഇവര് കൊടുക്കും. നമ്മളോട് പറയാൻ പറ്റാത്ത കാര്യം ടീച്ചർമാരോട് പറയും. ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പിന്നീട് അവരുടെ കൂടെ നിൽക്കുള്ളൂ അല്ലെ. അല്ലാത്ത സമയത്തൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാവും അവരെ ഭൂരിഭാഗം സമയം ചെലവഴിക്കുക. നമുക്ക് അവരെ കേൾക്കാൻ നേരം ഉണ്ടാവില്ല. അതിനേക്കാൾ കൂടുതൽ ടീച്ചർമാർ കേട്ടിട്ടുണ്ടാവും. അവരെ നമ്മൾ കണ്ടുപിടിക്കാത്ത ഫോൾട്ടുകൾ വരെ അവർ കണ്ടുപിടിക്കുക. അപ്പൊ അതൊക്കെ അംഗീകരിക്കുക. അതായത് നമ്മളെ കുട്ടികൾ തല്ലി വളരണം തന്നെ ഞാൻ പറയുള്ളൂ. എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ സ്കൂളുകളിലൊക്കെ പോയാലും, ഞാൻ സ്കൂൾ വട്ടയനാട് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നതാണ്. ചെറിയൊരു കംപ്ലൈന്റിന് കുട്ടീനെ സ്കൂളിൽ നിന്ന് മാറ്റുന്ന രക്ഷിതാക്കളാണ്. എന്ന് അധ്യാപകര് വടി താഴ്ത്തു വെച്ച് അന്ന് മുതൽ നമ്മുടെ മക്കള് നാശമായി തുടങ്ങി അല്ലെ. ഞാനടക്കം നിങ്ങളടക്കമുള്ള ആളുകൾ സ്കൂളിൽ പോയിരുന്നില്ല. കുറച്ച് പേടി ഉണ്ടാവും, ഇഷ്ടം ഉണ്ടാവും, ബഹുമാനം ഉണ്ടാവും. ഇതില് നമ്മള് രക്ഷിതാക്കൾ എന്താ വെച്ചാൽ അവരുടെ തെറ്റ് ഒരു അധ്യാപിക ചൂണ്ടിക്കാണിച്ചാൽ അത് തെറ്റ് തന്നെയാണ്, ടീച്ചറെ ഞാൻ നോക്കാം എന്നുള്ള മറുപടി പറഞ്ഞിട്ട് വേണം സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ സ്കൂളിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത്. അല്ലാതെ കുട്ടി ഇന്നൊരു കംപ്ലൈന്റ് വന്ന് പറഞ്ഞാൽ നാളെ പോയിട്ട് ടീച്ചറെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന കുട്ടി കാട്ടി അങ്ങനെ പോയി ചോദ്യം ചെയ്യല്ല. അതൊക്കെ സ്വാഭാവികമാണ്. അവര് കുട്ടികളാണ്. അവര് വീഴും, പിച്ചും, മാന്തും, തല്ലും, അടി കൂടും അല്ലെ. എന്റെ മോളൊക്കെ എത്രമാത്രം വികൃതിയാണെന്ന് എനിക്ക് അറിയാം. പക്ഷെ ആ വികൃതിത്തരമൊക്കെ അവരുടെ ആ പ്രായത്തിലുള്ളതാണ്. ആ കുട്ടിക്കാലം നമ്മൾ അങ്ങനെ തന്നെ ആസ്വദിക്കണം. പക്വതയുള്ള ചിന്ത അവരിലേക്ക് കടത്താതിരിക്കുക. അതായത് നിന്നെ അങ്ങനെ പറഞ്ഞല്ലേ അമ്മ ചോദിക്കാം എന്ന് പറയരുത്. അതിലെ കാര്യം എന്താന്ന് പറഞ്ഞാൽ അവരെ സമാധാനപരമായി പറഞ്ഞു പഠിപ്പിച്ച് മനസ്സിലാക്കുന്ന നല്ല രക്ഷിതാക്കളാവാൻ നമുക്ക് സാധിക്കട്ടെ. നല്ല പൗരന്മാരായി വളരാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പൊ നമുക്ക് ഇവരെ ഈ ചെറിയ സമ്മാനം കൊടുത്തിട്ട് ഇവിടുന്ന് യാത്ര ചെയ്യട്ടോ. ആദ്യം ആരാ വരുന്നത്? പേരെന്താ? രണ്ടോ? എന്തിനാ? ചിത്രം വരയ്ക്കാന്. ഇത് ടീച്ചർ ഇതുപോലത്തെ സമ്മാനങ്ങൾ ഇനിയും കൊറേ വാങ്ങണം കേട്ടോ. വാങ്ങില്ലേ? നല്ല സമ്മാനം കാണാനും പിടിക്കും കുട്ടിയല്ലേ. ആള് ഭയങ്കര പിടിക്കാനാട്ടോ. യൂട്യൂബറാണ്, ഭാവിയില് വലിയ താരമായിട്ട് ഇറങ്ങിട്ട്. ഋതുചൊല്ല് നാണാണ് അവൾക്ക്. ആ വരുന്ന ഒരാളും കൂടി അന്ന് കാണിച്ച തിരിഞ്ഞു നിൽക്കണ്ടേ? വീട് നിൽക്കുമല്ല ഹൃദയ ഇങ്ങോട്ട് തിരിഞ്ഞു. പോരെ പോരെ പോരെ. അല്ലിയുടെ അല്ലി ചെല്ലേ.